ഒന്നും അറിയാത്തവർക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിച്ച് സംസാരിച്ച് തുടങ്ങാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ടെ. അതായത് നമ്മൾ മാക്സിമം സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പോൾ അവന് കാറുണ്ടോ, ഡസ് ഹി ഹാവ് എ കാർ എന്ന് പറയാം, ഡസ് ഹി ഹാവ് എ കാർ. പക്ഷെ ഇത് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ. ഡസ് ഹി ഹാവ് എ കാർ എന്നൊക്കെ പറയാം, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഹി ഹാസ് എ കാർ. ഓക്കെ, അതൊരു ചോദ്യമാണ്. അപ്പോൾ മുഖത്തൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് സൗണ്ട് മോഡുലേഷൻ ഒരു ചോദ്യമായിട്ട് കേൾക്കുന്നൊക്കെ ഫീൽ ചെയ്യണം. ഓക്കെ, ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ കാർ അല്ലേ, ചോദ്യമായിട്ട് ഫീൽ ചെയ്തില്ലേ. അതായത് ഡസ് ഹി ഹാവ് എ കാർ എന്ന് തുടക്കക്കാർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് സമയം എടുക്കും, അവർക്ക് ഇംഗ്ലീഷിനോട് വെറുപ്പ് വരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് സ്പോക്കൺ ഇംഗ്ലീഷാണ്, റിട്ടൺ അല്ല, സ്പോക്കൺ ഇംഗ്ലീഷ് ഇത് ഓക്കെയാണ്. ഹി ഹാസ് എ കാർ, അവന് കാറുണ്ടോ, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ അവൻ നിന്റെ ഫ്രണ്ടാണോ, ഈസ് ഹി യുവർ ഫ്രണ്ട്, അങ്ങനെയൊന്നും പറയാൻ റിസ്ക് എടുക്കണ്ട. ഹീസ് യുവർ ഫ്രണ്ട്, ഹീ ഈസ് യുവർ ഫ്രണ്ട്. മുഖത്തൊരു എക്സ്പ്രഷൻ വേണം, ചോദ്യമാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അവൻ പുറത്തു പോയോ, ഹാസ് ഹി ഗോൺ ഔട്ട്, അങ്ങനെയൊന്നും പറയണ്ട, ഹി ഹാസ് ഗോൺ ഔട്ട്, ഹി ഹാസ് ഗോൺ ഔട്ട്. കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ, അത് മതി. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്, പക്ഷേ ഇത് സ്പോക്കൺ മാത്രം കേട്ടോ. ഇത് റിട്ടൺ ഇംഗ്ലീഷിൽ ഇത് യൂസ് ചെയ്യരുത്, സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട്, അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങും, ഉറപ്പാണ്. നല്ല റിസൾട്ടാണ്, വളരെ ചെറിയ ഫീ ആണ്. ഓൺലൈനായിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ 1-on-1 ട്രെയിനിങ്, വേറെ ആരും അറിയില്ല, പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അപ്പോൾ മുകളിൽ പോകാം, ബയോ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ന്യൂ ഇയർ ഓഫർ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. താങ്ക് യു.